സിന്ധുവിനും 3 പെൺമക്കൾക്കും ഇനി സ്വന്തം വീട്. സ്നേഹവീട് പദ്ധതിയിൽ 24ാമത്തെ കുടുംബത്തിന് താക്കോൽ കൈമാറി. നനച്ചിരിക്കാത്ത സമയത്ത് അച്ഛനെ നഷ്ടപ്പെട്ട 3 പെൺമക്കൾക്കും അമ്മ സിന്ധുവിനും ഇനി അടച്ചുറപ്പുള്ള സ്വന്തം വീട്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം RK ബേബിയുടെ നേതൃത്വത്തിൽ ജനകീയ പിന്തുണയോടെ നടപ്പാക്കുന്ന സ്നേഹവീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. സിന്ധുവിന്റെ ഭർത്താവ് കയ്പമംഗലം പുന്നക്കച്ചാൽ സ്വദേശി പള്ളത്ത് നവീൻ ഏതാനും വർഷം മുമ്പ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചിരുന്നു. നവീന്റെ മരണസമയത്ത് സഹകരണ ബാങ്കിലുണ്ടായിരുന്ന ലക്ഷങ്ങളുടെ കടബാധ്യത അന്നത്തെ MLA ED ഡേസൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് തുക കണ്ടെത്തി വീട്ടുകയായിരുന്നു. തുടർന്ന് തകർച്ചയിലായ പഴയ തറവാട്ട് വീട്ടിലായിരുന്നു സിന്ധുവും മക്കളും താമസിച്ചിരുന്നത്. സ്വന്തമായ ഒരു വീടെന്ന സിന്ധുവിന്റെയും മക്കളുടെയും സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത്. RK ബേബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന കാലത്ത് 14ാം ഡിവിഷനിൽ ആരംഭിച്ച ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുടുംബത്തിന് വീട് നിർമ്മിച്ചത്. പൂർണ്ണമായും പൊതുജനങ്ങളുടെ സംഭാവന ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചത്. സ്നേഹവീട് പദ്ധതിയുടെ സഹായം ലഭിക്കുന്ന 24ാമത്തെ കുടുംബമാണ് സിന്ധുവിൻ്റേത്. 2 കിടപ്പുമുറികൾ ഉൾപ്പെടെ 622 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിച്ചു നൽകിയത്. രാവിലെ നടന്ന താക്കോൽദാന ചടങ്ങ് KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു സിന്ധുവിനും മക്കൾക്കും വീടിന്റെ താക്കോൽ കൈമാറി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. RK ബേബി പദ്ധതി വിശദീകരിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത്, SI ജയകുമാർ, വാർഡ് മെമ്പർ ജിഷ ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ്, സംഘാടക സമിതി ഭാരവാഹികളായ KM വിജയൻ, KS സിബിൻ, PM അഹമ്മദ്, TV സുരേഷ്, മണി കാവുങ്ങൽ, ER ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. ആ കുടുംബത്തെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും അർഹമായ കരങ്ങളിലേക്ക് തന്നെ ഈ സഹായം എത്തുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം. തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രയാസഘട്ടങ്ങളിൽ നമ്മുടെ സമൂഹം സഹായിക്കാൻ സന്നദ്ധമാണ്. മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ചുറ്റുപാട് നമുക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്.